സോ നമ്മുടെ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് സ്റ്റബേൺ ആണെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സ്റ്റബൺനെസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു, അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, അയാൾ എന്നിട്ടും ആ കാര്യം തന്നെ പിന്നെയും പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പറയുന്ന പോലെ ഫോളോ ചെയ്യുന്നില്ല, അതല്ലേ. അപ്പോൾ ഞാനതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാം. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ റൂമിൽ ഒരു വണ്ട് കുടുങ്ങി, അല്ലേ. അപ്പോൾ വണ്ട് കുടുങ്ങി എന്താ ചെയ്യുക, വണ്ട് പുറത്തേക്കുള്ള ഒരു വഴി നോക്കിയിട്ട് ആ ഗ്ലാസിൻ്റെ അതിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കും, അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തുറക്കാൻ പറ്റത്തില്ല ഡോറ്, പക്ഷേങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുക്കാം വണ്ടിന്, അല്ലേ. നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ വണ്ട് പോയിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പോയി പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണിച്ചോട്ടെ, അത് വണ്ടിനറിയില്ല ഇവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. ഇത് തന്നെയാണ് മിക്ക ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു റിസോഴ്സിനോട് നമ്മളൊരു കാര്യം പറയുന്നു, ഓക്കെ, പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പം ഇതെല്ലാം പറഞ്ഞാൽ ആ ആൾ അതുപോലെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആളിപ്പോഴും പഴയ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ ആൾ നമ്മൾ കാണിച്ച വഴി ബിലീവ് ചെയ്യുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ അതുകൊണ്ടാണല്ലോ ആളെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ സ്റ്റബേൺനെസ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൾ ബിലീവ് ചെയ്യുന്നത് ആളുടെ വഴിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഹീ ഈസ് ഓൾസോ റൈറ്റ് ഇൻ ഹിസ് വേ. പക്ഷേങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവായിട്ട് ഈ പറയുന്ന ആൾ മാച്ച് ആവില്ല. Fintaxman, the mentor your business needs.